എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ മഴക്കാല പരിചരണങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഡീനിയം വളർത്തുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ ഫ്ലവർ ഉണ്ടാവാനൊക്കെ അഡീനിയം ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ മഴയത്ത് എല്ലാ ചെടികളും പോയി കിട്ടും. ഒന്നാമത്തെ കാര്യം വിത്തുകളുള്ള അഡീനിയത്തിൻ്റെ കാര്യമാണ് കേട്ടോ. വിത്തുകളുള്ള അഡീനിയം മഴയത്ത് വെക്കരുത്. കുഞ്ഞ് സീഡ് പോഡ് വരുന്നത് കണ്ടില്ലേ, പഴുത്തു പോയത്. ഇതിലിനി 4 സീഡ് പോഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ വിത്തുകളൊക്കെ ചീഞ്ഞ് നമുക്ക് നന്നായിട്ട് കിട്ടുകയില്ല. അപ്പോൾ വിത്തുള്ള അഡീനിയങ്ങൾ മഴയത്തുനിന്ന് മാറ്റി ഷെയ്ഡിലേക്ക് വെക്കേണ്ടതാണ്. മഴക്കാലം എന്ന് പറയുന്നത് ഫംഗസുകൾ എളുപ്പത്തിൽ വ്യാപിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ വേഗം തന്നെ ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചീഞ്ഞ ഇലകളും പൂക്കളും ഒക്കെ പെട്ടെന്ന് തന്നെ പെറുക്കി മാറ്റേണ്ടതാണ്. ചെറിയ അഡീനിയം ചെടികളെ മഴയത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെടിക്ക് ഇപ്പോൾ ടിപ്പ് റോട്ട് വന്നിട്ടുണ്ട്, അതായത് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തുമ്പ് ഭാഗം ചീഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് നല്ല സ്റ്റെറിലൈസ് ആയ ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ടിപ്പിൽ മാത്രമല്ല, സ്റ്റെമ്മിൽ നടുക്കൊക്കെ ആയിട്ടും ഒരു ബ്ലാക്ക് കളർ പോലെ വന്നിട്ടും ചീഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത്രയും പെട്ടെന്ന് ആ ഭാഗം ചെത്തി മാറ്റേണ്ടത്. അതിനുശേഷം കറുവപ്പട്ടയുടെ പൊടിയോ സാഫോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ കേട് ഭാഗം കൂടി നമ്മുടെ പ്ലാന്റ് മുഴുവനും ചീത്തയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഡീനിയം ചെടികളെ മഴയത്ത് വെച്ചാലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡീനിയത്തിൻ്റെ കോഡക്സിന് ചീച്ചൽ മാത്രമല്ല, അതിൻ്റെ തണ്ടുകൾക്കും കേടുകൾ വരാറുണ്ട്. ഓവറായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കൊണ്ടാൽ അങ്ങനെയും അസുഖങ്ങൾ വരാറുണ്ട്. ഈ ചെടിയുടെയും ഒരു കൊമ്പ് ചീഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീഞ്ഞ ഭാഗം മുറിച്ച് കളഞ്ഞ് നേരത്തെ ചെയ്ത പോലെ സാഫ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെയിലി നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ശ്രദ്ധിച്ചാലാണ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും പരിഹരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അഡീനിയം ചെടികൾക്ക് മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളമോ വളമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും സീവീഡ് എക്സ്ട്രാക്റ്റ്, NPK തുടങ്ങിയവ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 10-20 ദിവസം കൂടുമ്പോൾ എന്തായാലും സാഫ് കൊടുത്തിരിക്കണം. വേറെ എല്ലുപൊടി, മറ്റുള്ള വളങ്ങൾ, ചാണകപ്പൊടി തുടങ്ങിയവ മറ്റ് ചെടികൾക്ക് നമ്മൾ മഴക്കാലത്ത് ധാരാളമായിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ അഡീനിയം ചെടികൾക്ക് കൊടുക്കരുത്. പിന്നെ ഉള്ളിത്തോല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അഡീനിയം ചെടിയിൽ കടക്കലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. നമ്മൾ മറ്റുള്ള ചെടികളുടെ പോലെ ഉള്ള ചെടിയല്ല അഡീനിയം. അപ്പോൾ പെട്ടെന്ന് ഫംഗസ് ഒക്കെ വന്ന് നമ്മൾ നോക്കിയാൽ കാണില്ല. കോഡക്സ് ഒന്ന് തൊട്ട് നോക്കിയാൽ ചിലപ്പോൾ നല്ല സോഫ്റ്റായി ചീഞ്ഞിരിക്കുന്നുണ്ടാവും. അതാണ് ഈ ചെടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാൽ തന്നെയാണ് തുടക്കക്കാർക്ക് കുറച്ച് വളർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നത്. അല്ലാത്തവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സൂപ്പറായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ പൂക്കളൊക്കെ ഉണ്ടാവും. ജൂൺ മാസത്തിലെ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ അഡീനിയം ചെടികളുടെയും ചട്ടികളുടെ അടിയിൽ ഹോളുകളൊക്കെ അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഒരു വടി കൊണ്ടോ കമ്പി കൊണ്ടോ ഒക്കെ എടുത്ത് കുത്തി നോക്കി ഹോളൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെടികളിലെ ഇലകളൊക്കെ കൊഴിഞ്ഞ് മഞ്ഞ കളറായി പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ എല്ലാ ഇലകളും മഞ്ഞക്കളറായി വെള്ളം കെട്ടിക്കിടന്ന് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നാണ് അർത്ഥം. പിന്നെ ഈ മഴക്കാലത്ത് കീടാക്രമണങ്ങളും കുറച്ച് കൂടുതലുണ്ട്. മുഞ്ഞ, മീലി ബഗ്സ്, പിന്നെ ചിത്രശലഭപ്പുഴു എന്നിവയാണ് ഇലകളെ ആക്രമിക്കുന്ന കീടങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള കീടനാശിനികളും ഒക്കെ അടിച്ചു കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ അഡീനിയം ചെടികളെ വളർത്തുക. അപ്പോഴാണ് അടുത്ത മഴ കഴിയുമ്പോൾ സെപ്റ്റംബറിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അഡീനിയം ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടാവും, എന്നാലും താരതമ്യേന കുറവായിരിക്കുന്നു മാത്രം. ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി.